എല്ലാവർക്കും നമസ്കാരം. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷനേഴ്സിനും ഉള്ള ആരോഗ്യ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയായിട്ടുള്ള മെഡിസെപ്പിന് പുതിയ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ള വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ മെഡിസെപ്പ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഫൈനാൻസ് IT സൊല്യൂഷൻ കേരള ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ മെഡിസെപ്പ് എംബ്ലമുള്ള ഈ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഫൈനാൻസ് IT സോഫ്റ്റ്വെയർ ഡിവിഷൻ കേരളയാണ്. പലരും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇൻസ്റ്റാൾ ആവുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നു. അതിനുള്ള പ്രധാന കാരണം ഈ ആപ്ലിക്കേഷൻ ഏപ്രിൽ 27, 2023 റിലീസായി എങ്കിലും ചില ബഗ്ഗുകൾ, ചില എറേഴ്സ് ഇതിലുണ്ടായിരുന്നു. എന്നാൽ മെയ് 9, 2023 കൂടി അതെല്ലാം സോൾവ് ചെയ്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇതിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം 8.1 ആൻഡ് എബോവ് ആണെങ്കിൽ മാത്രമേയാണ് ഇത് ഇൻസ്റ്റാൾ ആവുകയുള്ളൂ. പലരുടെയും മൊബൈൽ ഫോൺ ചില പഴയ മൊബൈൽ ഫോൺ ആണെങ്കിൽ ആൻഡ്രോയിഡ് 4.1 അല്ലെങ്കിൽ 6 സംതിങ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആവാൻ ബുദ്ധിമുട്ട് കാണിക്കും. അപ്പോൾ ഇൻസ്റ്റാൾ ആവോ ഇല്ലയോ എന്നറിയാൻ നമ്മൾ ഇതിൻ്റെ ജസ്റ്റ് താഴത്തേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വർക്ക്സ് ഓൺ യുവർ ഡിവൈസ് എന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം നമ്മുടെ ഫോണിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി ഇൻസ്റ്റാൾ എന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. വളരെ ചെറിയൊരു ഫയൽ സൈസാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ വേഗം ഇൻസ്റ്റാൾ ആവും. ഏകദേശം 7.87 MB ഫയൽ സൈസാണ് വരുന്നത്. ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ വിൻഡോ ആദ്യം ഓപ്പണായി വരിക. ഇതിൽ സെലക്ട് ടൈപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ബെനിഫിഷ്യറിയാണ്. പെൻഷനേഴ്സ് ആണെങ്കിലും എംപ്ലോയീസ് ആണെങ്കിലും ഒക്കെ ബെനിഫിഷ്യറികളാണ്. അപ്പോൾ ബെനിഫിഷ്യറി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് നമ്മുടെ മെഡിസെപ്പ് ID ഇവിടെ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. ഈ മെഡിസെപ്പ് ID നമ്മളിപ്പോൾ നേരത്തെ എടുത്തു വെച്ച മെഡിസെപ്പ് ID കാർഡിൽ മെഡിസെപ്പ് ID എന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ടായിരിക്കും. ആ മെഡിസെപ്പ് ID ഇവിടെ എൻ്റർ ചെയ്യുക. മെഡിസെപ്പ് ID അറിയാത്തവർക്ക് എങ്ങനെയാണ് അത് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള എൻ്റെ വീഡിയോ ഇതിന് മുന്നേ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മെഡിസെപ്പ് ID എൻ്റർ ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെ പെൻ നമ്പർ ഓർ PPID നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. തുടർന്ന് ലോഗിൻ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജനറേറ്റ് OTP എന്നുള്ളൊരു ഓപ്ഷൻ വരും. നമ്മൾ മെഡിസെപ്പിൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള ഫോണിലേക്കായിരിക്കും OTP വരിക. ജനറേറ്റ് OTP എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് ഒരു SMS ആയി OTP വരുന്നതായിരിക്കും. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഇതാണ് മെഡിസെപ്പ് മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ഡാഷ്ബോർഡ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ്റെ ഉൾഭാഗം. ഈ ഒരു രീതിയിലാണ് കാണാൻ സാധിക്കുക. ഇതിൽ മെഡ് കാർഡ്, അതായത് നമ്മുടെ മെഡിസെപ്പ് കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് മെഡ് കാർഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ ഓപ്പണായി വരും. അതിൽ നമ്മുടെ മെഡിസെപ്പ് ID കാർഡ് കാണാൻ സാധിക്കും. പിന്നീട് എംപാനൽഡ് ഹോസ്പിറ്റൽ ലേറ്റസ്റ്റ് ലിസ്റ്റ് നമുക്കിതിൽ കാണാൻ സാധിക്കും. ഓരോ ജില്ലയും തിരഞ്ഞെടുത്തുകൊണ്ട് എംപാനൽഡ് ഹോസ്പിറ്റൽസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുത്ത് ഇതിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ എംപാനൽ ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലുകൾ ഏതൊക്കെയാണ് എന്ന് തൃശ്ശൂർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലിസ്റ്റ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ഓരോ ഹോസ്പിറ്റലിലും ഏതൊക്കെ വിഭാഗത്തിലാണ് ഉള്ളത് എന്നറിയുവാൻ വ്യൂ മോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഏതൊക്കെ വിഭാഗത്തിലാണ് നമുക്ക് മെഡിസെപ്പ് ക്ലെയിം കിട്ടുക എന്നുള്ളത് നമുക്ക് കാണാം. പിന്നീട് എംപാനൽഡ് ഹോസ്പിറ്റൽസ് മെഡിസെപ്പ് പാക്കേജുകളും റേറ്റുകളും ഒക്കെ തന്നെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. കോൺടാക്ട് ഡീറ്റെയിൽസും ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ നിലവിൽ പ്രൊഫൈൽ ഡിപ്പെൻഡൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു എററാണ് കാണിക്കുന്നത്. അത് അധികം വൈകാതെ തന്നെ ശരിയാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ക്ലെയിമുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലെയിംസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ പരാതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് മെഡിസെപ്പ് മൊബൈൽ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. എല്ലാവരും അതായത് ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള എല്ലാവരും മെഡിസെപ്പ് മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും. ഇപ്പോഴും ഇതിൽ ചെറിയ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്തും ചില സമയത്ത് ഓട്ടോമാറ്റിക്കലി ലോഗ് ഔട്ട് ആവുന്നുണ്ട്. അതൊക്കെ ഓരോ അപ്ഡേറ്റിലും ക്ലിയർ ചെയ്യപ്പെടുന്നതായിരിക്കും.